പനക്കലച്ചനോട് ചോദിക്കാം എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതത്തിലെ സങ്കീർണ പ്രശ്നങ്ങളാൽ മനുഷ്യൻ വഴിമുട്ടി നിൽക്കുമ്പോൾ സ്വാന്തനമായി പനക്കലച്ചൻ നമ്മോടൊപ്പം. അച്ഛനെ ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാൻ അനേകം കത്തുകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ തിരഞ്ഞെടുത്ത ഒരു കത്ത് ഇപ്പോൾ വായിച്ച് ചർച്ച ചെയ്യുകയാണ്. പ്രിയപ്പെട്ട പനക്കലച്ച, എൻ്റെ പേര് ഷീജൻ. ചങ്ങനാശ്ശേരിയാണ് എൻ്റെ സ്വദേശം. 10 വർഷക്കാലം സൗദി അറേബ്യയിൽ മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം കൊണ്ട് ഞാൻ നാട്ടിൽ വന്ന് പല ബിസിനസ്സുകൾ ചെയ്തെങ്കിലും എല്ലാ ബിസിനസ്സുകളും പരാജയപ്പെടുകയും ഭീമമായ കടബാധ്യതയിൽ ആകുകയും ചെയ്തു. എനിക്ക് ഭാര്യയും 11 വയസ്സ് പ്രായമായ മകനുമാണ് ഉള്ളത്. ഞാൻ ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകളും പരാജയപ്പെടുന്നതിൻ്റെ കാരണം എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്ത കാര്യമാണ്. രോഗശയ്യയിലായിരിക്കുന്ന എൻ്റെ അച്ചായൻ എൻ്റെ അവസ്ഥയിലേറെ ദുഃഖിതനാണ്. നല്ല ദൈവവിശ്വാസവും ദാനധർമ്മവുമുള്ള കുടുംബമായിട്ടും നമുക്ക് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് അച്ചായൻ്റെ ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ല. ബന്ധുമിത്രാദികൾ അത് പൂർവിക ശാപം കൊണ്ടാണ് കുടുംബത്തിന് അധപതനം സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. ഒരു പുതിയ ബിസിനസ് തുടങ്ങാനുള്ള സാമ്പത്തികമോ മനഃശക്തിയോ എനിക്കിന്നില്ല. എൻ്റെ മുന്നിൽ ശൂന്യത മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതാണ് വാസ്തവം. യാന്ത്രികമായി പോലും ഒരു ജപമാല ചൊല്ലുവാനോ ബൈബിളൊന്ന് തുറക്കുവാനോ എനിക്ക് സാധിക്കുന്നില്ല. ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന ചിന്താഗതിയിലാണ് ഞാനിപ്പോൾ. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന പരാജയങ്ങളെ മാറ്റുവാൻ വേണ്ട വഴി പറഞ്ഞു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഷീജൻ, ചങ്ങനാശ്ശേരി. നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഈ കത്ത് ഷീജൻ എന്ന സഹോദരൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഠിനമായ അധ്വാനത്തെയും മുന്നേറാൻ സാധിക്കാത്തതുപോലെ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളെയും അവതരിപ്പിക്കുന്നതാണ്. ഷീജനിൽ ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട്. കഠിനാധ്വാനം ചെയ്യുന്ന പയ്യനാണ്, കുടുംബം നോക്കുന്ന പയ്യനാണ്, കുടുംബത്തോട് നല്ലൊരു ബന്ധം നിലനിർത്തുന്ന വ്യക്തിയാണ്. അപ്പോൾ ഷീജൻ്റെ കഠിനമായ പരിശ്രമവും ഇതെല്ലാം കണ്ട് ഷീജൻ്റെ കയ്യിൽ കുറച്ച് പണം ഉണ്ടായി. പക്ഷേ ബിസിനസ് നടത്തിയപ്പോൾ അത് മുഴുവനും പോവുകയും ചെയ്തു. ഇവിടെയാണ് ഷീജൻ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന ചോദ്യവുമായിട്ട് നിൽക്കുന്നത്. ഇവിടെ ഷീജൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പഴയ നിയമത്തിൽ ഗോപുരം പണിയാൻ ശ്രമിച്ച, ആകാശം മുട്ടെ ഗോപുരം പണിയാൻ ശ്രമിച്ച ആളുകളുടെ പരാജയത്തിൻ്റെ ഒരു ചിത്രം കാണുന്നുണ്ട്. അതായത് അവർ അഹങ്കരിച്ച് ദൈവത്തെ മറന്നുകൊണ്ട് സ്വന്തം ശക്തി കൊണ്ട് ഞങ്ങൾക്കിതെല്ലാം സാധ്യമാണ് എന്ന് ഉള്ളിൽ കരുതി അവർ ഗോപുരം പണിയുകയാണ്. അതാണ് ദൈവം അനുവദിക്കാതെ പോയത്. നമ്മുടെ എല്ലാ ശ്രമത്തിൻ്റെ അകത്തും അത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയായിട്ട് തന്നെ കാണാനും നമുക്കെന്ത് ലഭിച്ചാലും അത് ദൈവം നൽകിയതാണെന്ന് മനസ്സിലാക്കാനും തയ്യാറായി അങ്ങനെ ദൈവത്തോടുള്ള നന്ദിയിലും ദൈവാശ്രയത്തിലും വേണം നമ്മുടെ ഈ ലോക ജീവിതത്തിലെ എല്ലാ ശ്രമങ്ങളും നീങ്ങേണ്ടത്. എന്ന് വെച്ചാൽ വിജയത്തിലും പരാജയത്തിലും ഒരു ദൈവകരം കാണണം. അതെ. അപ്പോൾ ആ ഒരു ദൈവത്തിന് ഇപ്പം ഷീജൻ പറയുന്ന ഈ ബിസിനസ്സും കാര്യങ്ങളിലും ഷീജൻ ഒരു വലിയ വിജയം വരിച്ചാൽ അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ എന്തുമാത്രം ഇടപെടലുണ്ട്. അപ്പം അത് വ്യക്തമല്ലല്ലോ.
അത് വ്യക്തമാകണമെങ്കിൽ ഷീജൻ്റെ ഉള്ളിലൊരു മാറ്റം ഉണ്ടാകണം. വെളിയിൽ ഒരു പക്ഷേ തെറ്റൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് സമ്പത്തിന് നേരെയും ദൈവം തന്ന ഈ ജീവിതത്തിന് നേരെയുമുള്ള നമ്മുടെ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാകണം. അപ്പോൾ ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ് ഞാനിവിടെ ചെയ്യുന്നത്. ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്യുമ്പോൾ ദൈവത്തെയാണ് അനുസരിക്കുന്നത്. അത് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് നൽകുന്നത് എൻ്റെ ദൈവമാണ്. ദൈവം എന്നെ കൈക്ക് പിടിച്ചാണ് മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെ ദൈവകരങ്ങൾ എപ്പോഴും നമ്മൾ പ്രകാശിപ്പിക്കണം. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനത്തിലെ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്യാത്തതിനാൽ നിന്ദ്യമായ വികാരങ്ങൾക്കായിട്ട് ദൈവം അവരെ കൈവിട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. അവർ 1 കൊരിന്ത്യർ 10:30 നീ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ എന്ത് ചെയ്താലും ദൈവമഹത്വത്തെ പ്രതി ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഷീജനോട് എനിക്ക് പറയുവാനുള്ളത്, ഷീജന എല്ലാ കാര്യങ്ങളും ദൈവമഹത്വത്തെ പ്രതി ചെയ്യാൻ തുടങ്ങുക. ദൈവത്തിന് നന്ദിയും സ്തുതിയും പറഞ്ഞ് ചെയ്യുക. അപ്പോൾ തന്നെ അവിടെ ഒരു വലിയ മാറ്റം ഉണ്ടാകും. ഈ ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിലുള്ള ഒരു സംഘടന ഇതാണ്. നമുക്ക് ഇപ്പോൾ ഇതിലെഴുതിയിരിക്കണു, മണലാരണ്യത്തിൽ പോയി ഞാൻ 15 വർഷം ജോലി ചെയ്തു, പൈസ ചെയ്തു, അങ്ങനെയുള്ളൊരു വിജയം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ എനിക്കായാലും തോന്നുന്നത് എൻ്റെ കഴിവുകൊണ്ട് ഞാനത് ചെയ്തു എന്നാണ്. പരാജയം വരുമ്പോൾ എന്താ ദൈവം എന്നെ സഹായിക്കാത്തതെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്യും. അധ്വാനിക്കുന്ന എല്ലാ വ്യക്തികളിലും അവനറിയാതെ തന്നെ അഹങ്കാരം മുളച്ചു വരും. ആ അഹങ്കാരം നാശവും തകർച്ചയുമാണ്. അപ്പോൾ നമുക്ക് അധ്വാനിക്കാം, അഹങ്കാരം വളരാതിരിക്കാൻ സൂക്ഷിക്കണം. അഹങ്കാരം വളരാതിരിക്കാനുള്ള ഏക മാർഗം ചെയ്ത കാര്യങ്ങളെല്ലാം ദൈവത്തിന് മുമ്പിൽ അടിയറ വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതായത് അങ്ങയുടെ ആത്മാവാണ് എന്നെ ഈ നന്മ ചെയ്യാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിൽ ബോധ്യം ഉണ്ടാവണമെന്നാണ്. അതെ, അതാണ് ദൈവമഹത്വത്തെ പ്രതി ചെയ്യുക, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്യുക എന്നെല്ലാം വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നമ്മളതിനെ ഒരു ബുദ്ധിപരമായ ചോദ്യത്തിന് മുമ്പിൽ നിർത്തരുത്. കാരണം നമുക്ക് ശരീരം മാത്രമല്ല, നമുക്ക് ആത്മാവ് കൂടിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ പല പ്രശ്നങ്ങളും ഒരു ആത്മീയ പ്രശ്നവും കൂടിയാണ്. അതുകൊണ്ട് ആത്മീയമായ കണ്ണിലൂടെ നമ്മൾ അവയെ കാണാനായിട്ട് ശ്രമിക്കുക. ജീവിതത്തിൽ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി, ക്ലേശങ്ങളുണ്ടായി, കടബാധ്യത വന്നു, അതിനെ ഒരു ദൈവശിക്ഷയായിട്ട് കാണാനായിട്ടുള്ള ശ്രമം വെറും മാനുഷികമാണ്. ദൈവത്തിന്റെ ശിക്ഷയല്ല എന്നത്. അതെ. ഇപ്പം ഇവിടെ പൂർവ്വപിതാക്കന്മാരുടെ ശാപാണെന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. എസെക്കിയേൽ പ്രവാചന പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, കർത്താവ് എന്നോട് അരുളി ചെയ്തു, പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പുളിച്ചു എന്ന് ഇസ്രായേൽ ദേശത്തെക്കുറിച്ച് ഈ പഴമൊഴി നിങ്ങളിപ്പോഴും ആവർത്തിക്കുന്നത് എന്തിന്? ദൈവം ചോദിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വ്യർത്ഥമായ അല്ലെങ്കിൽ തെറ്റായ ഒരാശയം, കാരണം കർത്താവിൻ്റെ കുരിശുമരണത്തിൻ്റെ പ്രസക്തിയും ആ കുരിശുമരണത്തിലൂടെ ഈശോ നമുക്ക് എന്താണ് നൽകിയത് എന്നതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവിൽ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു പൂർവിക ശാപത്തെക്കുറിച്ച് ചിന്തിക്കാനിടയാകുന്നത്. ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്താലും അത് ദൈവമത്വത്തെ പ്രതി ചെയ്യും. ഇതെല്ലാം എനിക്ക് തരുന്നത് എൻ്റെ കർത്താവാണ്. പിന്നെ രണ്ടാമതായിട്ട് ഷീജൻ മനസ്സിലാക്കണം, എന്തിനാണ് ദൈവം നമുക്ക് സമ്പത്ത് തരുന്നത്?
അത് നമ്മൾ സമ്പത്തിൽ അങ്ങനെ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ അനുദിന ആവശ്യങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം ഭംഗിയായി നടക്കണമെന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ പലപ്പോഴും ആ ഒരു ബോധം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഷീജൻ അറബി രാജ്യത്ത് പോയി അധ്വാനിച്ചു, പൈസ ഉണ്ടായി. ആ പൈസ ഉണ്ടായി കഴിയുമ്പോൾ തനിക്ക് ഭാര്യയുണ്ട്, കൊച്ചുണ്ട്, അവരുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു തുക അത് മാറ്റി വെച്ചിട്ട് അതിൽ പിന്നെ തൊടുന്ന പ്രശ്നമേ ഇല്ല. ബാക്കിയുള്ളത് കൊണ്ട് ബിസിനസ് നടത്തുകയോ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുക. അത് മുഴുവനും കൂടെ എടുത്തിട്ട് ലാഭം ഉണ്ടാകാൻ വേണ്ടി മറിച്ച് കഴിയുമ്പോഴേക്കും ആ ബിസിനസ് പൊളിഞ്ഞു കഴിയുമ്പോൾ ഉടനെ തന്നെ പരമദരിദ്രനായിത്തീരുന്ന, കുടുംബം മുഴുവൻ വലിയൊരു സങ്കടത്തിലേക്ക് പൂത്തി വീഴുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. എപ്പോഴും അനുദിന ജീവിതത്തിന് വേണ്ടി ദൈവം തന്നിരിക്കുന്നത് അത് വിശുദ്ധം പോലെ സൂക്ഷിക്കാനും അത് ആ കാര്യത്തിന് വേണ്ടി മാത്രമേ എടുക്കാവുള്ളൂ. അത് ചിലർ അതെടുത്തിട്ട് ബിസിനസ് നടത്താൻ ഉപയോഗിക്കുന്നു. വീടും പറമ്പും എല്ലാം കൂടെ കൊണ്ട് ലോൺ വെച്ച് വാസ്തവത്തിൽ ലോൺ എടുത്ത് ബിസിനസ് നടത്തി എന്നിട്ട് അവസാനം വാടക വീട്ടിലും വഴിയാധാരവുമായി തീരുന്ന അനേകം കുടുംബങ്ങൾ ഇന്ന് കേരളക്കരയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം മനസ്സിലാക്കണം, ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന അനുദിന ജീവിതത്തിന് വേണ്ടിയുള്ള അതിൽ നമ്മൾ തൊടാതിരിക്കണം. ബാക്കി നമുക്ക് ലഭിച്ച പണം നമുക്ക് വേണമെങ്കിൽ വിനിയോഗിക്കാം. അതായത് പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രൂഡൻസ് കാണിക്കാനുണ്ടെന്ന്. അതായത് നമ്മുടെ ബേസിക് മിനിമത്തുമ്പോൾ തൊട്ട് കളിക്കരുത്. കാരണം ആ തുക ഭാര്യയ്ക്കും കൊച്ചിനും ഒക്കെ അവകാശപ്പെട്ടതാണ്. അത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ബിസിനസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കരുത്. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ പറയണത്, ഈ ഷീജൻ ഒരു കഴിവുള്ള വ്യക്തിയാണ് ഒറിജിനലി. ആ കഴിവ് പ്രകടിപ്പിക്കുകയും അധ്വാനിക്കുകയും സമ്പത്തുണ്ടാക്കുകയും എന്താ പറയുക, കുടുംബത്തെ നല്ല നിലയിൽ വളർത്താൻ പരിശ്രമിച്ചു എന്നതാണ് ഈ അനുഭവം കാണിക്കുന്നത്. പക്ഷെ അച്ഛൻ പിന്നീട് ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയുള്ള മനുഷ്യരിൽ, അതായത് കൂടുതൽ വിജയിക്കുന്നവരുടെ ഉള്ളിൽ അറിയാതെ ഒരു അഹങ്കാരം കടന്നു വരുമെന്നും ഇത് ഞാൻ എൻ്റെ കഴിവുകൊണ്ടാണ് ഇത് വളർത്തിയതെന്നുള്ള ഒരു തോന്നൽ അവരിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. അതിന് പകരം വിശുദ്ധ പൗലോസ് പറയണ്ട, ഞാനല്ല എന്നിലുള്ള ക്രിസ്തുവാണ്, ദൈവകൃപയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വളരണമെന്നാണ് അച്ഛൻ ആദ്യമായിട്ട് പറയണത്, അല്ലേ? ഇനി രണ്ടാമതായിട്ട് അച്ഛൻ ചൂണ്ടിക്കാണിച്ചത് ഇതിൻ്റെ ഉത്തരവാദിത്തം വേറൊരാളിലേക്ക് വെക്കുന്ന ഒരു ഇത് പറയുന്നുണ്ട്, ഇത് പൂർവ്വശാപമാണെന്ന്. അതൊരു തെറ്റായ ചിന്തയാണ്. ഇതാണ് അച്ഛൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം. കാരണം യേശു ക്രിസ്തുവിൽ എല്ലാ ശാപങ്ങൾക്കും എല്ലാ ബന്ധനങ്ങൾക്കും മോചനം കിട്ടിക്കഴിഞ്ഞു. മൂന്നാമതായിട്ട് അച്ഛൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ഈ നമുക്ക് ഒരു സങ്കടം ഉണ്ടാകുമ്പോൾ അതിൽ ഒരു ദൈവിക പദ്ധതിയെ കാണാൻ പറ്റണമെന്ന്. അപ്പോൾ ഇവിടെ ഷീജൻ പറയുന്നത് എൻ്റെ ജീവിതം ശൂന്യമാണെന്നാണ്. അപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം ഈ തകർച്ചയിൽ തന്നെ ഒരു ദൈവകരണ്ട്. ദൈവം എന്തോ ഷീജനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അത് കേൾക്കാൻ തയ്യാറായി ദൈവാശ്രയ ബോധത്തിലേക്ക് വളരണമെന്നാണ് അച്ഛൻ്റെ മറുപടി. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അത് ശരിയാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ഷീജനോട് പറയാനുള്ള മറ്റൊരു കാര്യം, ഈ സംഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ദൈവം കൂടെ ഉണ്ട്. ദൈവത്തിന് ഇതിൽ നിന്നെല്ലാം നന്മ കൊണ്ടുവരാൻ കഴിയും. അപ്പം അതുകൊണ്ട് ദൈവം എല്ലാം നന്മയ്ക്കായി, വളർച്ചയ്ക്കായി, ഉയർച്ചയ്ക്കായി മാറ്റുന്നവനാണ്. തന്നെയുമല്ല, ദൈവത്തിൻ്റെ സാക്ഷിയായി മാറ്റുവാൻ ദൈവം എപ്പോഴും നമ്മളെല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്ന ഒരു സംഭവമാണ്
അബ്രാഹാം യുദ്ധം ചെയ്തു. യുദ്ധത്തിൽ അബ്രാഹാം ജയിച്ചു. രാജാവ് പറഞ്ഞു, യുദ്ധത്തിൽ കിട്ടിയതൊക്കെ നീ എടുത്തുകൊള്ളുക. അബ്രാഹാം പറഞ്ഞു, എനിക്കത് വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് വചനത്തിൽ പറയുകയാണ്, രാജാവ് കൊടുക്കാമെന്ന് വെച്ചത് അബ്രാഹാം വേണ്ടെന്ന് വെച്ചു. കാരണം രാജാവാണ് എന്നെ സമ്പന്നനാക്കിയതെന്ന് ലോകം പറയാതിരിക്കുവാൻ രാജാവ് കൊടുക്കാമെന്ന് വെച്ചത് അബ്രാഹാം വേണ്ടെന്ന് വെച്ചു. അപ്പം അബ്രാഹത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും ദൈവത്തിന് സാക്ഷ്യം വഹിക്കണമെന്നുള്ള, എനിക്ക് കൊടുത്ത് തന്നതൊക്കെ എൻ്റെ ദൈവമാണെന്ന് ലോകം മനസ്സിലാക്കണം. അതല്ലാതെ ഞാൻ ഉണ്ടാക്കിയതാണ്, എൻ്റെ പ്രവൃത്തിക്ക് കിട്ടിയ പ്രതിഫലമാണെന്നൊന്നും ചിന്തിക്കാൻ പാടില്ല. ഇത് എൻ്റെ ദൈവം തന്നതാണ് എന്ന് എനിക്ക് ഇതൊരു അത്ഭുതകരമായ ഒരു സംഭവമാണിത്. ലോകം അങ്ങനെ വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ആ ഒരു സാക്ഷ്യത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മളിൽ അധ്വാനിക്കുന്ന എല്ലാവരിലും ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവവിളി അവർക്കുണ്ട്. ഇത് ദൈവം തന്നതാണെന്ന് ലോകത്തോട് പറയുവാൻ അവരെ ദൈവം വിളിച്ചിരിക്കുന്നു. അത് നമുക്ക് അങ്ങനെ പറയാനായിട്ട് കാണിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? അതിലൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നവയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അബ്രാഹമിൻ്റെ ആ ഉദാഹരണമാണ് ഷീജന് കൊടുക്കാനുള്ള ഒരു അന്തിമ ഉപദേശം എന്ന് പറയുന്നത്. കാരണം ആ ഉദാഹരണം ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഉള്ള ഉദാഹരണമാണത്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എൻ്റെ ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും അധ്വാനം കൊണ്ടും ഞാൻ സമ്പാദിച്ചത് അതുപോലും വേണ്ടെന്ന് വെക്കുകയാണ് അബ്രാഹം ചെയ്യണത്. അത് വേണ്ടെന്ന് വെച്ചിട്ട് എനിക്ക് ദൈവം എന്താ തരണമെന്നുണ്ടെങ്കിൽ അത് കിട്ടിയാൽ മതി എന്ന് പറയുന്ന, അതിലേക്കുള്ള ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദൈവിക പദ്ധതിയായിട്ട് ഇതിനെ കാണണമെന്ന്. ഓക്കെ, സ്നേഹമുള്ളവരെ, ഷീജൻ്റെ ഈ കത്തിൻ്റെ മറുപടിയിലൂടെ അച്ഛൻ നമുക്ക് എല്ലാവർക്കുള്ള ഉപദേശമാണ് ശരിക്കും നൽകിയതെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ജീവിതത്തിലെ വളർച്ചയുമുണ്ട്, താഴ്ചയുമുണ്ട്. ആ വളർച്ചയുടെ ഘട്ടം വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു അഹംഭാവം ആന്തരികതയിൽ വളർന്നു വരും എന്നാണ് അച്ഛൻ സൂചിപ്പിക്കുന്നത്. വളർച്ചയുടെ ഘട്ടത്തിൽ നമ്മൾ പറയും, എൻ്റെ അധ്വാനം കൊണ്ട് ഞാനിത് നേടിയെടുത്തു, ആരാണ് എന്നെ വെല്ലാൻ? അതാണ് ബാബേൽ ഗോപുരത്തിൻ്റെ ഉദാഹരണത്തിലൂടെ വിശുദ്ധ ഗ്രന്ഥം നമ്മോട് സംസാരിക്കുന്നത്. അതായത് ഞാനാണ് ദൈവത്തോളം പോകുന്ന ഈ കൊട്ടാരം ഉണ്ടാക്കുന്നത് എന്നാണ് ബാബേൽ ഗോപുര നിർമ്മിതാക്കൾ അവകാശപ്പെട്ടിരുന്നത്. അതോടുകൂടി തകർന്നുപോയി. വചനം പറയുന്നുണ്ട്, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരൻ്റെ വ്യർത്ഥം, പണി വ്യർത്ഥമാണ്, നിഷ്ഫലമാണ്. അപ്പം ഇതാണ് ഷീജനോട് പറയാനുള്ള ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കർത്താവിൻ്റെ മരണത്താലും ഉത്ഥാനത്താലും നമ്മുടെ എല്ലാ പൂർവശാപ ബന്ധനങ്ങളും ഒഴിവായിപ്പോയി. അതിനെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ് ശരിക്കും പറഞ്ഞ എസക്കിയേൽ പറയുന്നത്. ഇനി നമ്മുടെ നാട്ടിൽ ആരും പറയില്ല, പിതാക്കന്മാരുടെ പാപം കൊണ്ടാണ് ഞാൻ നശിക്കുന്നത്. അപ്പോൾ സ്വന്തം ഉത്തരവാദിത്വത്തിലേക്കാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്തതായി അച്ഛൻ പറയുന്നത്, കഷ്ടപ്പാടുകളുടെ മുന്നിൽ ദൈവത്തിന് നമ്മോട് സംസാരിക്കാൻ ഒരു സന്ദേശമുണ്ടെന്നാണ്. അതായത് നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ പറ്റണം, കർത്താവെ, അങ്ങേക്ക് എന്താണ് ഇക്കാര്യത്തിൽ എന്നോട് പറയാനുള്ളത്? ആ മെസ്സേജ് അച്ഛനിലൂടെ വരികയാണ്. എന്താണ് ആ മെസ്സേജ്? ഈ തകർച്ചയിലൂടെ ഒരു പൂർവ്വപിതാവായ അബ്രാഹാം വിശ്വാസത്തിൽ നമ്മുടെ പിതാവാണ്. അദ്ദേഹം കാണിച്ചു തന്നിട്ടുള്ള പാത ഇതാണ്. അദ്ദേഹം യുദ്ധം ചെയ്ത് രാജാവിൽ നിന്ന് അവകാശമായി കിട്ടേണ്ടത് വേണ്ട എന്ന് പറയാണ്. എന്തിനാണ്? അദ്ദേഹത്തിനൊരു ബോധ്യത്തിൽ വളരാൻ, എന്നിട്ട് അത് സാക്ഷ്യപ്പെടുത്താൻ. എന്താണ് ആ ബോധ്യം? എന്നെ നിലനിർത്തുന്നതും എൻ്റെ സമ്പത്തിൻ്റെയും ഉറവിടം എൻ്റെ അധ്വാന ഫലം കൂടിയല്ല, ദൈവത്തിൻ്റെ ദാനമായി എനിക്ക് നൽകുന്നതാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയാനാണ് ഞാൻ രാജാവിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാത്തത് എന്നാണ് അബ്രഹാം പറയുന്നത്. അപ്പോൾ ഇവിടെ ഷീജനെ ദൈവം സാക്ഷിയാക്കി മാറ്റുകയാണ്. ഇത് എല്ലാവരിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നു. എന്തിന്? നമ്മുടെ നന്മയ്ക്ക്. നമ്മുടെ യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നതിലൂടെ നമ്മൾ പൂർണ്ണ സന്തോഷത്തിൽ എത്തുകയാണ്. അപ്പോൾ ഇതിനെ ഒരു കഷ്ടതയായോ ശൂന്യതയായോ കാണരുത്. ദൈവം നമ്മെ വളർത്താൻ ആഗ്രഹിക്കുന്ന
കാരണം നമ്മൾ വീട് പുതുക്കി പണിയുമ്പോൾ ചില ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നത് പോലെ പുതുക്കി പണിയുകയാണ് ദൈവം എന്ന് തിരിച്ചറിയുമ്പോൾ പ്രാർത്ഥിക്കാനും ദൈവാശ്രയ ബോധത്തിൽ വളരാനും ഷീജന് കഴിയും. പുതിയ വഴികൾ വെളിപ്പെട്ട് വരും എന്നാണ് അച്ഛനെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. അച്ഛ, നമുക്ക് ഷീജന് വേണ്ടിയും ഇതുപോലെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ കർത്താവെ, കുടുംബം വളർത്താൻ വേണ്ടി ഷീജനെ പോലെ കഷ്ടപ്പെടുന്ന എല്ലാ സഹോദരങ്ങളെയും അങ്ങയുടെ പക്കലേക്ക് ഇതാ കൊണ്ടുവരുന്നു. ദൈവനാഥ, അധ്വാനത്തിൻ്റെ ഈ ഭൂമിയിൽ തളരുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, അവരുടെ നിസ്സഹായത, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത മാനസികാവസ്ഥ, ഇതെല്ലാം അവിടെ നിന്ന് ഏറ്റെടുക്കണമേ. എല്ലാം നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തുന്ന അങ്ങയുടെ ഒരിക്കലും പിൻവലിക്കാത്ത സ്നേഹത്തിൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കുവാൻ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ള പരാജയങ്ങളിൽ നിന്നും ദൈവം ഉദ്ദേശിക്കുന്ന നന്മ കണ്ടെത്തുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ആത്മാവ് എഴുന്നള്ളി വരണമേ. എല്ലാം വിശ്വാസ കണ്ണോടെ കാണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രാർത്ഥന കേൾക്കുന്ന കർത്താവേ, സ്തോത്രം. ആമേൻ. പനക്കലച്ചനോട് ചോദിക്കാം എന്ന ഈ പരിപാടി ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ചെയ്ത എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾ പനക്കലച്ചനുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഉചിതമായ സമയത്ത് നിങ്ങളുടെ കത്ത് പനക്കലച്ചൻ വായിച്ച് ചർച്ച ചെയ്ത് നിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡ് വരുന്നതുവരെ പ്രാർത്ഥനാപൂർവം നമുക്ക് കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്.